സോ ഐഫോൺ 16e ഈ ഒരു ഡിവൈസിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. എന്തിനാണ് ആപ്പിൾ ഇങ്ങനൊരു ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇന്നലെ ഈ ഒരു 16e റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള ആപ്പിളിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ 5 ഐഫോൺ മോഡൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഐഫോൺ എന്നുള്ള ഓപ്ഷൻ്റെ അതിൽ 5 വേരിയൻസ്. ഒന്ന് ഐഫോൺ SE 3rd ജനറേഷൻ, ഐഫോൺ 14, 15 സീരീസ്, ഐഫോൺ 16 സീരീസ്. അതിൽ തന്നെ 16 സീരീസിൻ്റെ 16 Pro സീരീസ്, അങ്ങനെ ടോട്ടൽ 5 മോഡൽ ഐഫോണുകളാണ് നമുക്ക് കറണ്ട് ആപ്പിൾ ലൈനപ്പിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു 16e റിലീസ് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ തൊട്ട് അടുത്ത നിമിഷം മുതൽ ഈ 5 എന്നുള്ളത് ടെക്നിക്കലി 3 ഡിവൈസുകളായിട്ട് ചുരുങ്ങിയേക്കുകയാണ്. കറണ്ട് ലൈനപ്പിൽ ഈ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഐഫോൺ SE 3rd ജനറേഷനെയും ഐഫോൺ 14 സീരീസിനെയും ആപ്പിൾ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തു. അങ്ങനെ നോക്കുമ്പം എനിക്ക് ഓർമ്മ വരുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഫ്രണ്ടിക്ക് മേലെ ലവർക്ക് കീഴെ എന്നുള്ള രീതിയിൽ SEയേക്കാൾ മേലെ എന്നാൽ 16നേക്കാൾ താഴെ എന്നുള്ളൊരു ഒന്നുമല്ലാത്ത നോ മാൻസ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ലൈനപ്പാണ് 16e എന്ന് പറയുന്നത്. കാരണം ആപ്പിൾ ഇന്നലെ 16e റിലീസ് ചെയ്തപ്പം പറയാതെ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ബാറ്ററി. കാരണം നിങ്ങൾ കമ്പാരിസൺ പേജിൽ നോക്കുവാണെങ്കിൽ 16eക്കുള്ളത് 26 hours ഓഫ് ബാറ്ററിയാണ്. 26 hours. ഇവിടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള 16ഉമായിട്ട് ഡയറക്റ്റ് കമ്പാരിസണിൽ നിങ്ങൾ കാണാം 16 ഉള്ളത് 22 hours ആണ്. സോ 4 മണിക്കൂർ കൂടുതലാണ് 16eക്ക് 16നേക്കാളും 4 മണിക്കൂറത്തെ ബാറ്ററി ലൈഫ് കൂടുതലാണ്. എന്നാൽ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ 15ഉമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കമ്പാരിസൺ നോക്കുവാണെങ്കിൽ 15 ഉള്ളത് 20 hours ബാറ്ററി ബാക്കപ്പാണ്, അല്ലെങ്കിൽ 20 hours ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം 6 മണിക്കൂർ 6 hours നമുക്ക് കൂടുതൽ ടൈമാണ് 16eയിൽ ബാറ്ററിയുടെ കാര്യത്തിൽ ലഭിക്കുന്നത്. ദാറ്റ്സ് ഗ്രേറ്റ്. കാരണം ആപ്പിൾ ഇൻറ്റേർണൽ ഈ ഒരു ഡിവൈസിൻ്റെ 16eയുടെ ഇൻറ്റേർണൽസ് മൊത്തം റീകോൺഫിഗർ ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഈ 2 സ്ക്രീൻഷോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിലവിൽ ഉള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായിട്ടുള്ള ഐഫോൺ 15ലെയും 16ലെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ ലാർജർ ബാറ്ററിയാണ് ഈ ഒരു 16eയിൽ കൊടുത്തേക്കുന്നത്. 2 ഇതിൻ്റെ മോഡമാണ്. നമ്മൾ ഇതിൻ്റെ ലീക്സ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, ആപ്പിൾ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന ആപ്പിളിൻ്റെ ചിപ്പ് 5G മോഡമായിരിക്കും ആപ്പിൾ ഇതിന് കൊടുക്കുന്നത്. അത് ഒരു പോസിറ്റീവ് കാര്യമാണ്. കാരണം ആപ്പിളിന് ചീപ്പായിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് അവർക്ക് ചോപ്പ് ഡൗൺ ചെയ്യാൻ സാധിക്കും. 2 ഇത് മോർ പവർ എഫിഷ്യൻ്റ് ആണ്. നമുക്കറിയാം ആപ്പിളിൻ്റെ സിലിക്കൺ ആയിട്ടുള്ള M1, M2, M3 സീരീസുകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെയധികം പവർ എഫിഷ്യൻ്റ് ആണ്. 3 ആപ്പിൾ സൈലൻറ്റ് ആൻഡ് മ്യൂട്ട് ബട്ടൺ, ആ ഒരു ബട്ടൺ ആപ്പിൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. പകരം അതിലുള്ള പോലെ തന്നെ ആക്ഷൻ ബട്ടണാണ് ആപ്പിൾ 16eയിൽ കൊടുത്തേക്കുന്നത്. അതോടൊപ്പം ഒരു ചെറിയ കാര്യം ആപ്പിൾ സോഫ്റ്റ്വെയർ പരമായിട്ട് അതിൽ ചെയ്തു. വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ ആക്ഷൻ ബട്ടണിലേക്ക് അതിൻ്റെ ആ ഒരു ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുവാണ്. താമസിക്കാതെ 18.4 അപ്ഡേറ്റിൽ നമുക്ക് ഈ ഒരു സെയിം ഫീച്ചർ, ഈ ഒരു ആക്ഷൻ ബട്ടണിൽ വിഷ്വൽ ഇൻ്റലിജൻസ് ഫീച്ചർ ആപ്പിൾ 15 പ്രോകളിലേക്കും കൊണ്ടുവരും എന്ന് നമുക്ക് കരുതാം. 4 ക്യാമറ 48 MP ഐഫോൺ 16 സീരീസിലുള്ള മെയിൻ ക്യാമറ അതേ എക്സാക്ട്ലി സെയിം ക്യാമറ തന്നെയാണ്. 1.6 ആപ്പറേച്ചറുള്ള ആ ഒരു സെയിം 48 MP സെൻസറാണ് ഇതിലും ആപ്പിൾ കൊടുത്തേക്കുന്നത്. അതോടൊപ്പം നമുക്കൊരു 2x ടെലിഫോട്ടോ ഓപ്ഷൻ ഇതിലുണ്ട്. കാരണം ഞാനത് ലീക്സ് വീഡിയോസിൽ പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ കുറച്ച് 2-3 വർഷമായിട്ട് ആപ്പിൾ ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് 48 MP ലാർജർ സെൻസർ വരുന്നതുകൊണ്ട് തന്നെ അതിൽ 2x ക്രോപ്പ് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു 2x ക്രോപ്പിൻ്റെ പ്രത്യേകത, ഇത് വെറുതെ ഒരു ഡിജിറ്റൽ ക്രോപ്പ് അല്ല, നമുക്ക് സെൻസറിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് മാത്രമായിട്ട് ആ ഒരു സ്കെയിലിംഗ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ക്ലാരിറ്റി, നോയ്സുകളുടെ കാര്യത്തിലാണെങ്കിലും ഡിജിറ്റൽ ക്രോപ്പിനേക്കാൾ ബെറ്റർ ആയിരിക്കും നമുക്ക് ഇതിൽ ലഭിക്കുന്ന 2x ക്രോപ്പ് എന്ന് പറയുന്നത്. 5 ഇതിനെ പവർ ചെയ്യുന്ന ഇതിൻ്റെ SoC A18 പ്രോസസ്സറാണ് ആപ്പിൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഈ ഒരു ലോങ്ജാവിറ്റി 6-8 വർഷത്തേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നിരന്തരമായിട്ട് നമുക്ക് ലഭിക്കും. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ 6 വർഷം പോയിട്ട് 5 വർഷവും 4 വർഷവും വരെ ഒരു ഫോൺ തന്നെ ആളുകൾ ഉപയോഗിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഉണ്ട്, ഇല്ലെന്നല്ല. ഇത്തരം വർഷത്തെ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും സോഫ്റ്റ്വെയർ റിലീസുകളും ലഭിക്കുമെന്നുള്ള കാര്യം കൺഫേം ആണ്. അപ്ഡേറ്റുകൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സിൻ്റെ സപ്പോർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ളത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസിലാണ്. കുറേയധികം പോരായ്മകളുണ്ട് അതിൽ. അതോടൊപ്പം തന്നെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിലേ ആണ്. അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഡിലേ. സോ ഇതെല്ലാം ഒരു പരിധി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇത് മാറും. ഇതിനകത്ത് പലയധികം ഇമ്പ്രൂവ്മെൻറ്റ്സും ഇൻ്റഗ്രേഷൻസും എല്ലാം ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പം ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ഇൻ ഫ്യൂച്ചർ നമുക്ക് വരുന്ന ഓരോ ഇൻ്റഗ്രേഷനും ഈ ഒരു ഡിവൈസിൽ ഉറപ്പായിട്ടും കിട്ടും. കമ്പയറിംഗ് ടു ഐഫോൺ 15 അല്ലെങ്കിൽ അതിന് താഴേക്കുള്ള ഡിവൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്കൊരു പോസിറ്റീവ് നോട്ടിൽ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാനിപ്പം ലിസ്റ്റ് ചെയ്ത ഈ 6 കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ, ഇങ്ങനെ നോക്കുമ്പം ഈ ഒരു ഫോൺ
കുഴപ്പമില്ലാത്തൊരു ഫോണാണ്, എക്സെപ്റ്റ് അതിൻ്റെ പ്രൈസ് 59,900. പക്ഷേ ഇതിനെ നമ്മൾ ഈ ഒരു രീതിയിലും കൂടെ, ഇനി ഞാൻ പറയാൻ പോകുന്ന രീതിയിലും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെ മനസ്സിലാകും എന്താണ് ഈ ഒരു ഡിവൈസിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ ഇത് ഏത് കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത്. അതിലെ ഒന്നാമത്തെ കാര്യമാണ് മാഗ്സേഫ്. iPhone 12 റിലീസ് ചെയ്തപ്പോൾ മുതൽ ആപ്പിൾ ഇങ്ങോട്ടുള്ള എല്ലാ ഡിവൈസുകളിലും സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിരുന്ന ഒരു ഫീച്ചറാണ് മാഗ്സേഫ്. നമ്മൾ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്, എക്സെപ്റ്റ് ഇപ്പം iPhone SE 3rd ജനറേഷൻ ഒന്നും ഇറങ്ങിയപ്പോൾ നമുക്ക് അതിൽ മാഗ്സേഫ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ റിലീസിലും വന്നിട്ടുള്ള മോഡലുകളിൽ മാഗ്സേഫ് ഉണ്ട്. സോ ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ്, ഇറ്റ്സ് എ ബേസിക് ഫീച്ചർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത ഒരു കാര്യം തന്നെയാണ്. കാരണം മാഗ്സേഫ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സ്വന്തം ടെക്നോളജിയാണ്. അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് ടെക്നോളജിയിൽ നിന്ന് മാറി അതിനെ മൊത്തത്തിൽ തിരുത്തി എഴുതി ആപ്പിൾ കൊണ്ടുവന്ന ആപ്പിളിൻ്റെ സ്വന്തം ടെക്നോളജി ആണെന്ന് ഓർക്കണം. ആ ഒരു ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ആപ്പിൾ ഈ ഒരു 16E കൊടുത്തിട്ടില്ല. സോ 2020 ഇറക്കിയൊരു ടെക്നോളജി, അത് ഇറങ്ങിയ 5 വർഷങ്ങൾക്ക് ശേഷം ഇറക്കിയ പുതിയ ഐഫോണിൽ അതില്ല, അല്ലെങ്കിൽ ആപ്പിൾ കൊടുത്തില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആപ്പിൾ എന്ത് ടാക്ടിക്സ് ആണ് അല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജിയാണ് ഇതിലൂടെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ 16E എന്ന് പറയുന്ന ഈ ഫോൺ വയർലെസ് ചാർജ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള 7.5 വോൾട്ടിൻ്റെ സാധാ ചാർജറിൽ iPhone XS SEയും ഒക്കെ ചാർജ് ചെയ്യുന്ന പോലെ 11 ഒക്കെ ചാർജ് ചെയ്യുന്ന പോലെ നമുക്ക് സാധാ ഒരു രീതിയിൽ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മാഗ്സേഫ് ആക്സസറീസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന് മാഗ്സേഫ് ഉള്ള കേസുകൾ കിട്ടും. കാരണം സാംസങ്ങും മറ്റുള്ള പല ഫോണുകൾക്കും ഈ മാഗ്സേഫ് ഇറക്കിയതിന് ശേഷം അതിനും മാഗ്സേഫ് ഉള്ള കേസുകൾ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. സോ അതുപോലുള്ള മാഗ്സേഫുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈവൻ വയർലെസ് ചാർജിങ് ചെയ്യാൻ സാധിക്കും. കാർഡുകളും മറ്റുള്ള ആക്സസറീസും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2 ക്യാമറ, നമ്മൾ അതിൻ്റെ നല്ല വശങ്ങളെപ്പറ്റി സംസാരിച്ചു. പക്ഷേ 48 മെഗാ പിക്സലിൻ്റെ ആ സെയിം സെൻസർ കാര്യങ്ങളെല്ലാം ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 16 15 പോലെ സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ, ആ ഒരു സ്റ്റെബിലൈസേഷൻ ഫീച്ചർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫങ്ഷണാലിറ്റി ഇതിലില്ല. ഇതിൽ കൺവെൻഷണൽ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം 16 അതായത് ബേസ് മോഡൽ 16 16+ ഒക്കെ ഉള്ള മാക്രോ മോഡ് നമുക്കിതിലില്ല. 15 ഇല്ല, 14 ഇല്ല. പക്ഷേ 16E എന്നുള്ള ഒരു പേര് കൊടുത്തേക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കിയാൽ പോലും പോട്ടെ എന്ന് വെച്ചാലും, കാരണം ഇതൊരു സാധാ യൂസറിനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറഞ്ഞ ആപ്പിൾ iPhone 16 സീരീസിൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഫോട്ടോഗ്രാഫിക് സ്റ്റൈലിൻ്റെ പുതിയ വെർഷൻ, ആ ഒരു സോഫ്റ്റ്വെയർ ഫീച്ചർ കംപ്ലീറ്റ്ലി അപ്പാടെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 3 ഇതിൻ്റെ ചിപ്പ്, നമുക്കറിയാം ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ ഉപയോഗിച്ച സെയിം A18 ചിപ്പാണ്. പക്ഷേ അതിൻ്റെ CPU ഈ പറഞ്ഞ സെയിം 2x4 6 കോർ CPU ആണ് കൊടുത്തിരിക്കുന്നത്. 2 ഹൈ പെർഫോമൻസ് കോറും 4 ഹൈ എഫിഷ്യൻസി കോറും. എന്നാൽ ഇതിൻ്റെ GPU, അവിടെയാണ് ഇതിൻ്റെ മറ്റൊരു ടെസ്റ്റ് ഇരിക്കുന്നത്. GPUവിൽ 4 കോർ മാത്രമേ ഉള്ളൂ. 4 കോർ GPU ആണ് ഈ ഒരു 16E എന്നാൽ നേരെ 16 ബേസ് മോഡൽ 16+ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം 5 GPU കോറുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള 16 കമ്പയർ ചെയ്യുമ്പം 1 കോർ GPU കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോറിൻ്റെ കുറവ് ഒരു കുറവാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. കാരണം ഡേ ടു ഡേ നോർമൽ ടാസ്കുകളിലോ യൂസേജിലൊന്നും നമ്മളിത് അറിയാനേ പോകുന്നില്ല. ഇത് അറിയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഗെയിം നല്ല ഹെവി ഹൈ പെർഫോമൻസ് ഡെലിവർ ചെയ്യേണ്ട ഒരു ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് അപ്പോഴും നിങ്ങൾ അറിയത്തില്ല, അതിൻ്റെ ഒരു പീക്കിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ബൂസ്റ്റൊക്കെ വേണ്ട ആ ഒരു പീക്ക് പെർഫോമൻസ് കേപ്പബിലിറ്റിയിലേക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ മൈനർ രീതിയിലുള്ള ഒരു ഡിഫറൻസ് മറ്റുള്ള ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം മനസ്സിലാക്കാൻ പോകുന്നത്. അല്ലാത്ത പക്ഷം ഇതറിയത്തേ ഇല്ല. പക്ഷേ ഒരു ആവറേജ് യൂസറിന് ഇത് ഓക്കെ ആയിരിക്കും. പക്ഷേ ഒരു ഗെയിമറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലേക്കുള്ള യൂസേഴ്സിന് ഒരിക്കലും ഈ ഒരു ഡിവൈസ് ഐഡിയൽ അല്ല എന്നുള്ളത് ഉറപ്പാണ്. 5 ഇതിൻ്റെ 5G മോഡം, നമ്മൾ പറഞ്ഞ C1 എന്നുള്ള ആപ്പിൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ആപ്പിളിൻ്റെ 5G മോഡം. ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിന് കുറച്ച് പോരായ്മകളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം അൾട്രാ വൈഡ് ബാൻഡ്, അതായത് അൾട്രാ വൈഡ് 5G ബാൻഡ് നമുക്കിതിൽ സപ്പോർട്ടഡ് അല്ല. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം നമുക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം നമ്മുടെ നാട്ടിൽ അൾട്രാ വൈഡ് 5G ബാൻഡ് ഇല്ല. ബാക്കിയുള്ള 5G ബാൻഡ്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. സോ അൾട്രാ വൈഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സേഫാണ്. എന്നാൽ ബാക്കി 2 പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ വൈഫൈ ആണ്. വൈഫൈ നമുക്ക് ഇപ്പം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ Wi-Fi 7 ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് മുന്നേ ഉള്ളതിൽ Wi-Fi 6E ആയിരുന്നു 15 സീരീസിലൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇത് Wi-Fi 6 ആണ്. അത് വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം Wi-Fi 6 സപ്പോർട്ടഡ് അയക്കുന്ന അല്ലെങ്കിൽ Wi-Fi 7 സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫുൾ സ്പീഡിൽ അല്ലെങ്കിൽ ഫുൾ അഡ്വാൻറ്റേജും നമുക്ക് ഈ ഒരു ഡിവൈസിൽ എടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഗ്ലോബലി നോക്കുമ്പം ഇറ്റ്സ് എ ഡൗൺ സൈഡ്. കാരണം Wi-Fi 7 ഉണ്ട്, 6E എങ്കിലും കൊടുക്കായിരുന്നു. പക്ഷേ ആപ്പിളിൻ്റെ ഈ ഒരു C1 എന്നുള്ള മോഡത്തിൽ നമുക്ക് Wi-Fi 6 ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 3 ഇത് ഈ ഒരു മോഡവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. പക്ഷേ
അൾട്രാ വൈഡ് ബാൻഡ് എന്ന് പറയുന്നൊരു ചിപ്പ് ആപ്പിൾ iPhone 11 മുതൽ നമുക്കറിയാം, iPhone 11 മുതൽ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു ചിപ്പാണ്. ആ ഒരു ചിപ്പ് നമുക്ക് പ്രിസിഷൻ ലൊക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, അതോടൊപ്പം ഐഫോൺ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് ഈ ഒരു അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതോടൊപ്പം പ്രിസൈസ് ആയിട്ടുള്ള ട്രാക്കിങ്ങിന്, ഡിവൈസ് ട്രാക്ക് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചിപ്പാണ് അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ്, ആ ഒരു UW ചിപ്പ്. അങ്ങനെ ഒരു ചിപ്പ് 16A ഇല്ല, അതിനെപ്പറ്റി യാതൊരു ഇൻഫർമേഷനും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 16E എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ ബാലൻസ് ചെയ്യുന്ന നെഗറ്റീവ് സൈഡും ഇതിനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, ഒരിക്കലും ഒരു ചീപ്പർ വെർഷൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ അല്ല 16E എന്നുള്ളത്. ആപ്പിളിൻ്റെ കറണ്ട് ലൈനപ്പിൽ 2 ഡിവൈസുകളെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഫോണാണ് 16E എന്നുള്ളത്. ഒന്ന് ഒരു ബഡ്ജറ്റ് വെർഷൻ ഫോണിനെയും അതോടൊപ്പം ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന ഒരു ഫോണിനെയും റീപ്ലേസ് ചെയ്ത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടു നിൽക്കുന്ന ഒരു ഫോണാണ് 16E. അപ്പോൾ 16E എന്ന് പറയുന്ന ഈ ഒരു ഫോൺ, ഇതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളെപ്പറ്റി ഞാൻ ആദ്യം പറഞ്ഞു, അതേ രീതിയിൽ ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന കുറച്ച് നെഗറ്റീവ്സും ഇതിനുണ്ട്. കാരണം ഇതിൽ ചില കാര്യങ്ങൾ, ഈ നെഗറ്റീവ്സിലേക്ക് വരുമ്പം ഇതിന് ചില കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊരിക്കലും വാങ്ങരുതെന്നോ ഇതൊരു വളരെ മോശപ്പെട്ട ഒരു ഫോണാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ എനിക്കുള്ളൊരു അഭിപ്രായം, ഇത് ഇപ്പം എന്നെപ്പോലെ, അതായത് നമ്മളെപ്പോലെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് കയറിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഫോണിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന യൂസേഴ്സിനെ സംബന്ധിച്ചോളം ഇത് അവരുടെ സ്റ്റാൻഡ് പോയിന്റിൽ, ഇപ്പം ഞാൻ ആ രീതിയിലാണ് നോക്കുന്നത്, എന്നെപ്പോലെ നോക്കുന്ന പല ആളുകളും ഈ വീഡിയോ കാണുന്നവരുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഇത് ഒരു നോ മാൻസ് ലാൻഡിൽ നിൽക്കുന്ന വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു വില്ലൻ ഫോണാണ്. പക്ഷേ ഇതിനെ വില്ലനാക്കുന്ന ഇതൊന്നുമല്ല, ഇതിൻ്റെ പ്രൈസ് റേഞ്ചാണ്. ഈ നല്ല വശങ്ങളും ഈ പറഞ്ഞ നെഗറ്റീവ് വശങ്ങളും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷേ ഈ പ്രൈസ് റേഞ്ച് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ ഇത് വില്ലനായി. സോ ഡെഫിനറ്റ്ലി 16E ഈസ് നോട്ട് എ നോർമൽ ഫോൺ. അതിൻ്റേതായിട്ടുള്ള ഒരു കാറ്റഗറി കൊടുത്തേക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കാറ്റഗറി സ്പെസിഫൈ ചെയ്തേക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഫോൺ എന്നുള്ള രീതിയിൽ ആപ്പിളിന് ഇത് മാർക്കറ്റ് ചെയ്യാം, ആപ്പിളിന് ഇത് സെല്ല് ചെയ്യാം. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഫോണാണ് 16E എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഫോൺ നമ്മുടെ കയ്യിൽ വന്നാൽ മാത്രമേ ഉള്ളൂ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും സാധിക്കത്തുള്ളൂ. എനിവേ കാത്തിരിക്കുക, ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് വേണ്ടി നമ്മളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Until then, peace.